ഹലോ ഗായ്സ്, അപ്പോൾ വീക്കെൻഡാണ്. അപ്പോൾ ഞങ്ങളൊരു ട്രിപ്പ് പോകാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പ് പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് വൈകിയ കാണാം. അപ്പോൾ ഞാൻ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ. ആദ്യം കുളിച്ചിട്ടില്ല. രാവിലെ 7:30 ആയിട്ടുള്ളൂ. നേരത്തെ നീറ്റണു, നേരത്തെ ഇറങ്ങണം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ നടന്നിട്ടില്ല. ഇവിടെ അടുത്ത് തന്നെയാണ്. അടുത്ത് മീൻസ് ഒരു 100-150 കിലോമീറ്റർ ഉള്ളിലുള്ളത്. അപ്പോൾ സ്ഥലം ഏതൊക്കെയാണെന്നൊക്കെ വഴി കാണാം. റെഡി ആയിട്ട് ഇറങ്ങി ഗൈസ്. അപ്പോൾ അതാ റോഡ് ട്രിപ്പായിട്ട് ഇപ്രാവശ്യം. കാറ് വാങ്ങിയിട്ട് ഏറെക്കൊരു 2000 കിലോമീറ്റർ ഇതുവരെ പ്രോപ്പറായിട്ട് റോഡ് ട്രിപ്പ് പോയിട്ടില്ല. അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ വീക്കെൻഡ് റോഡ് ട്രിപ്പാണ് ഉദ്ദേശിക്കുന്നത്. ഹലോ ഗായ്സ്, അപ്പോൾ കുറേ നാൾക്ക് ശേഷം നമ്മൾ വീണ്ടും കാണുകയാണ്. പെട്ടെന്നൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തതാണ് ഊട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതുവരെ അവിടെ പോയിട്ടില്ല. പറയുമ്പോൾ അടുത്തൊക്കെയാണ്, പക്ഷേ ഇതുവരെ പോകാനൊരു ചാൻസ് വന്നിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇന്നലെ തന്നെ ബുക്ക് ചെയ്തു, പോവുകയാണ്. 4 മണിക്കൂർ ജേണിയാണ് കാണിക്കണത് ഇവിടുന്ന് മഞ്ചേരിയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി നമുക്ക് വഴിന്ന് കാണാം. ഗായ്സ്, നമ്മളിതാ തമിഴ്നാട് ബോർഡറിലോട്ട് എത്താൻ പോവുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഈ പാസ്സൊക്കെ എടുത്തു. ഈ ബോർഡറിലെത്താനായി. വെൽക്കം ടു ക്യൂൻ ഓഫ് ഹിൽസ്, വെൽക്കം ടു തമിഴ്നാട്, വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. റോഡെല്ലാം മോശമാണ്. വെൽക്കമിൻ്റെ അവിടെ തന്നെ റോഡ് ഭയങ്കര മോശമായി. അയ്യോ, ഹായ മരം കണ്ടോ, അപ്പം അങ്ങനെ ഞങ്ങൾ ഊട്ടിക്കുള്ള റോട്ടിക്ക് കയറുകയാണ്. തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. 3 സ്ഥലത്ത് ചെക്കിങ് ഉണ്ടായിരുന്നു. വണ്ടീൻ്റെ ബുക്കും പേപ്പറും ചോദിച്ചിട്ട്, പിന്നെ ലൈസൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഓർത്തുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. പിന്നെ നമുക്ക് ഒരു തമിഴ്നാട് ഇ പാസിൻ്റെ കാര്യമുണ്ട്. അത് നമുക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റും. കുറേ തേയിലത്തോട്ടങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഞങ്ങൾക്ക് ചെറിയ രീതിക്കൊരു ബ്ലോക്ക് കിട്ടി ഗൈസ്. ഇതുണ്ടോ, ബസ് കയറിപ്പോയി. പൂരാണ് ഗൈസ്, പൂരം ഹിയർ, മുരുകൻ അമ്പലം. ഇപ്പം നമ്മൾ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഗൂഡല്ലൂർ ജംഗ്ഷൻ. ഇവിടുന്ന് ലെഫ്റ്റിക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൈസൂർ 110 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. ഊട്ടിക്ക് ഒരു 50 കിലോമീറ്റർ റൈറ്റിലോട്ട് പോയാൽ നമ്മൾ ഫസ്റ്റ് സിഗ്നൽ കിട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മളൊരു നല്ല വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തലപ്പാക്കട്ടി ദം ബിരിയാണി കഴിക്കാനൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ തലപ്പാക്കട്ടി എന്താ കിട്ടാത്തെ? നമ്മളിതാ ഊട്ടിക്കുള്ള വഴിക്ക് തിരിഞ്ഞു. നീലഗിരി ഹിൽസിന്റെ വഴി കൂടെ അങ്ങനെ പോവാണ്. നീലഗിരി ഹിൽ റേഞ്ച്. ഞങ്ങൾ ചെറിയൊരു ടീ ബ്രേക്കിന് നിർത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. ടീ ബ്രേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ സമോസയും കഴിച്ചു, ഉഴുന്നാടയും കഴിച്ചു. അടിപൊളി സമോസയായിരുന്നു കേട്ടോ. വെയില് എന്ന് പറയുന്ന ഒരു ലേശല്ലേ ഇവിടെ. നട്ടുച്ച വന്നേ കണ്ടു. എൻ്റെ ക്വയറ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. പുറത്ത് അത്യാവശ്യം ചെറിയ രീതിക്ക് ഒരു തണുപ്പ് വന്നിട്ടുണ്ട്. റോഡ് ഒരു ലേശം മോശമാണ് അവിടെയും ഇവിടെയും. ചിലയിടത്ത് ഇങ്ങനെ കുറച്ച് നാരോ റോഡൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മൾ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ കഴിഞ്ഞപ്പോഴേക്കും റോഡ് അത്യാവശ്യം മോശമായിരുന്നു കുറച്ച് ദൂരം. പിന്നൊക്കെ അങ്ങോട്ട് നല്ല റോഡായി. ഇവിടെയൊന്നും കുഴപ്പമില്ല. ഇപ്പം തൽക്കാലം വിശപ്പൊന്നും അടങ്ങിയിട്ടുണ്ട്. ഉച്ചവരെ പിടിച്ചിക്കണ്ടേ. ഗൈസ്, അപ്പം നമ്മളൊരു അടിപൊളി പൈൻ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടെ ഉള്ള ഒരു റോഡിൽ കൂടെയാണ് പോകുന്നത്. ഇവിടെ കുറേ ആൾക്കാർ ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊന്ന് ഇറങ്ങി കുറച്ച് പിക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞിട്ട് അടുത്ത ഡെസ്റ്റിനേഷൻ നീഡിൽ റോക്ക് വ്യൂ പോയിന്റ് ആണ്. ഇത് റോഡിൽ നിന്ന് നമുക്ക് കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട്. അതാ കാണുന്നില്ലേ അവിടെ, അതാണ് വ്യൂ പോയിന്റ്. കുറച്ചധികം അങ്ങോട്ട് നടക്കാണ്ട് തോന്നുന്നു.
നമ്മളത് ഇവിടെ തന്നെ കണ്ടിട്ട് മുന്നോട്ട് പോകാമെന്ന് വെച്ചു. നമ്മൾ നമ്മുടെ യാത്ര തുടരുകയാണ്. ഞങ്ങളിപ്പോൾ വഴിക്കലൊന്ന് നിർത്തിയ ഒരു കൃഷി കണ്ടിട്ട് നിർത്തിയത്. തിരക്കൊന്നും ആരും ചെറുപ്പം മാത്രം തണുത്ത കാറ്റുണ്ട്. ചെറിയ രീതിയിൽ ചെറുമട്ടത്തിൽ വെയിൽ പിടിക്കുന്നു കേട്ടോ. ഒരു കൃഷി കണ്ടപ്പോൾ നല്ല കാലാവസ്ഥ. എന്തിൻ്റെ കൃഷിയാണെന്ന് അറിയില്ല. അവിടെ ചേച്ചിമാര് പണിയെടുക്കുന്നുണ്ടോ? അതിനെന്തോ അവിടെ നടുകയാണ്. രസമുണ്ടല്ലേ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എത്തിയ എന്തായിരുന്നു? സെൻറ്റ് മോണിക്ക ലേക്ക് വ്യൂ പോയിൻറ്റ്. ലേക്ക് ഇത് വ്യൂ പോയിൻറ്റ് ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ വേറൊരു വ്യൂ പോയിൻറ്റിൻ്റെ അവിടെ നിർത്തിയ വ്യൂ പോയിൻ്റ് നടക്കുമോ കുറച്ച് താഴെ ഞങ്ങൾ കുറച്ച് പേര് കയറിയാൽ ഉണ്ട്. പിന്നെ സ്വച്ചപ്പ് എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണത്ത് ഇതെന്താ ഇത് ക്യാരറ്റാ തോന്നുന്നുണ്ട്. സത്തെന്താ അറിയില്ല. കിളികൾ കാര്യങ്ങൾ സൗണ്ട് കേൾക്കുന്നുണ്ട് വൈസ്. നല്ല ചില്ല് ക്ലൈമറ്റായി. വെയിലുണ്ട് പക്ഷെ എന്നാലും കാറ്റടിക്കാൻ നല്ല തണുപ്പുണ്ട് അല്ലേ? തണുക്കുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ കണ്ടതിന് ശേഷം പൈക്കാര ലേക്കിലേക്കുള്ള അതായത് ബോട്ടിങ്ങിനൊക്കെ സൗകര്യമുള്ളൊരു വന്നിട്ടുണ്ട്. ഇത് എൻട്രൻസിൻ്റെ അവിടെ നിന്ന് ഒരു 1 കിലോമീറ്റർ പോകണമെന്നാണ് എഴുതിയേക്കുന്നത്. എൻട്രി ഫീസ് ഉണ്ട്. ഞാൻ അവിടെ പോയി ചിലപ്പോൾ ബോട്ടിങ്ങിന് വേറെ ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഗൈസ് പൈക്കാര ലേക്കിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ പാർക്കിങ്ങിൽ നിന്ന് അങ്ങോട്ട് നടക്കുക. ജാക്കറ്റ് എടുത്തിട്ടു. തണുപ്പുണ്ടായിട്ടൊന്നുമല്ല, സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട്. കുറച്ചങ്ങോട്ട് നടക്കാണ്ട് പാർക്കിങ്ങിൽ നിന്ന്. അവിടെ സൈഡിലൊക്കെ ഒന്നും പാർക്കിങ് കിട്ടിയില്ല. ഞങ്ങൾ തിരക്കില്ല വിചാരിച്ച് വന്നത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇവിടെ ബോട്ടിങ് ആട്ടോ. ബോട്ട് ഹൗസ് എന്നാണ്, പൈക്കാര ബോട്ട് ഹൗസ് എന്നാണ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നത് ബോർഡ് തന്നെ. അപ്പോൾ നമുക്കൊന്ന് ബോട്ട് ചെയ്തിട്ട് വരാം അല്ലേ? വാട്ട് ദേ നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുത്തേ അങ്ങോട്ട് നടക്കുക. ഇവിടെ എന്താ സംഭവം വെച്ചാൽ സ്പീഡ് ബോട്ട് മാത്രമേ ഉള്ളൂ, കുറച്ച് ചെറിയ ആൾക്കാർക്കുള്ളൂ. അപ്പം നമ്മൾ വേറൊരു ഗ്രൂപ്പിൻ്റെ ഒപ്പം കയറി. 2 പേരല്ലേ ഉള്ളൂ. അതിൽ ചെറിയ ബോട്ട് 8 പേർക്ക് 1150 രൂപ. അപ്പോൾ ഒരാൾക്ക് 150 റുപ്പീസിൻ്റെ അടുത്ത്. അപ്പോൾ ഇതാ ബോട്ട് കയറാൻ പോകും. ഇതാണ് പൈക്കാര ലേക്ക്. മന്ദം നടക്കുന്ന അമ്മു. 8 പേരുണ്ട്. കൺഗ്രാജുലേഷൻസ്. ഞങ്ങളിതാ ബോട്ടിൽ കയറിയേ. ഇത് അമ്മ വീഡിയോ എടുക്കുക, ഞാൻ വോയിസ് ഓവർ കൊടുക്കുക. 3 പരിപാടി. ഞങ്ങൾ 8 ആൾക്കാരുണ്ട്. ഞാൻ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്, വോയിസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ യാത്ര തുടങ്ങി. നല്ല തണുത്ത കാലാവസ്ഥ. ഞങ്ങളാ സെൽഫി എടുക്കും. ഒക്കെ പെട്ടെന്നായിരുന്നു. വന്ന് ഇറങ്ങി അതേപോലെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ സംഭവത്തിൽ കയറി. നാലുപുറം യൂക്കാലി മരങ്ങൾ, അതിൻ്റെ നടുവിലൊരു ലേക്ക്. കുറേ ആൾക്കാരും കണ്ട് ബോട്ട് ചെയ്യാൻ പോകുന്നത് അവിടെയൊക്കെ കാണാണ്ട്. അപ്പോൾ അതേ ഗൈസ്, അതെ അവിടെ കാണുന്ന അതുണ്ടോ, അവിടെ നിന്നുണ്ടോ നമ്മൾ തുടങ്ങിയത്. പിന്നെ ഇത് മൊത്തം അങ്ങനെ കറങ്ങി 20 മിനിറ്റ് കറങ്ങിയിട്ട് നമ്മൾ തിരിച്ചെത്തും.
ചെയ്യാൻ പറ്റുമോട്ടെ? അതെ, അവിടെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ്. ഞങ്ങൾ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ച് കയറി വന്നു. നല്ല ബോട്ടിംഗ് ആയിരുന്നു, നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, തണുത്ത വെള്ളം തൊടുപ്പിച്ചത്. സന്തോഷമായോ? രസമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ നോക്കട്ടെ. 150 രൂപേൻ്റെ പറഞ്ഞോ? അത് ഞാൻ പറഞ്ഞായിരുന്നില്ലേ, 8 ആളുടെ ആയിരുന്നു ബോട്ട്, പെർ ഹെഡ് 150. നമ്മൾ വേറെ ആൾക്കാരുടെ ഒപ്പം ചേർന്നു. മിനിമം 8 പേരുടെ ഉണ്ടായിരുന്നുള്ളൂ പറഞ്ഞു അല്ലേ. അപ്പോൾ ഇനി വണ്ടി എടുത്തിട്ട് അടുത്ത സ്പോട്ടിലേക്ക് പോട്ടെ. ഇവിടെ കൂടുതലും ടാക്സി ആയിട്ട് വന്ന ആൾക്കാരാട്ടോ, കൂടുതലും ടാക്സീസാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ഇവിടെ നിന്നാണ് തിരിഞ്ഞത്, കണ്ടോ? ബോട്ട് റോഡ് പറഞ്ഞ് കാണുക. ബോട്ട് റോഡൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ച് നമ്മുടെ ട്രിപ്പിലേക്ക് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാന്നൊക്കെ നോക്കണം ഇനി. ഗൈസ്, അപ്പോൾ നമ്മൾ ഷൂട്ടിംഗ് പോയിന്റ് പോകാതെ വീണ്ടും ഫ്രണ്ടിലോട്ട് വന്നു. കഴിക്കാനുള്ള സ്പോട്ട് തിരഞ്ഞെടുത്തു. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയേ. ഇവിടുന്ന് ഒരു മാഗി, ഒരു കോണും പറഞ്ഞു കട്ടട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ സ്ഥലം ട്രീ പാർക്ക്. ട്രീ പാർക്കിൻ്റെ അടുത്താണ്. കഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാമെന്ന് വിചാരിക്കണം. കഴിക്കാൻ വേണ്ടി നിന്ന ഗൈസ്. അമുദ കോണും മേടിച്ചു, ഞാനൊരു ബണ്ണും മേടിച്ചു. നമുക്ക് എവിടുന്ന് കേട്ടോ ചെറുതായിട്ട് കഴിച്ചേ. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ട്രീ പാർക്കുള്ള എൻട്രി ഫീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊന്ന് പോയി നോക്കിയിട്ട് വരാം. ഇതിൻ്റെ അകത്തോട്ട് കയറിയ ട്രീ പാർക്ക് വൈഡിടാം. ഫുൾ ട്രീസ്, അത് തന്നെയാണ് ട്രീ പാർക്ക്. ഒന്നുമില്ല, തണലത്തൊന്ന് നിൽക്കാൻ നല്ല രസമുണ്ട്. നല്ല തണുത്ത കാലാവസ്ഥ. 30 രൂപ ചാർജ്. 30 രൂപ അതിൻ്റെ ഉള്ളിൽ കയറാൻ. അതിൻ്റെ ഉള്ളിൽ കൂടെ കയറി ഇവിടെ എത്തിയപ്പോൾ ഇവിടെ നിന്നുള്ള വ്യൂ ഒറ്റ മരം പോലും ഇല്ല. അങ്ങ് ദൂരം ഉണ്ടോ കുറച്ച് യുക്കാരി മരങ്ങൾ കാണാം. ഓപ്പണായി കിടക്കുന്ന സ്ഥലം. ഇവിടെ കൃഷി സ്ഥലങ്ങളാണ് ഉണ്ടോ. അതിൻ്റെ അടുത്തൊരു വാട്ടർ ബോഡി പോകുന്നുണ്ട്. വേറെ ഒന്നും കാര്യമായിട്ട് കാണാനില്ല. അതൊക്കെ ഡ്രൈ ആയിട്ടിരിക്കാം. എന്തോ ഇട്ടിട്ടുണ്ട് തോന്നുന്നു. ഇവിടുന്ന് കുറച്ച് പിക്ക് എടുത്തിട്ട് അങ്ങനെ പോവാം. ഇവിടുത്തെ കഴിഞ്ഞു, തിരിച്ചു പോവുക. അവിടെ ഒന്നുമില്ല, വെറുതെ കുറച്ച് ഫോട്ടോ എടുക്കാം മരത്തിൻ്റെ ഇടയിൽ നിന്നിട്ട്. ലിറ്ററലി ട്രീ പാർക്ക് തന്നെ. കുറേ ട്രീ ഒക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ആൾക്കാർ. പൈൻ ഫോറസ്റ്റ് ആണ് ഗൈസ്. നമ്മളിപ്പോൾ കണ്ടത് പൈൻ ഫോറസ്റ്റ് ആണ്. ഇവിടെ നല്ല തിരക്കുണ്ട്. കുറേ ടൂറിസ്റ്റ് ബസ്സുകൾ, കാറുകളൊക്കെ വന്ന് നിർത്തിയിട്ടുണ്ട്. നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് പോയില്ല, നേരെ ഇങ്ങോട്ട് പോവാ. ഊട്ടി കാണുന്നുണ്ട് ഗൈസ്. ഞങ്ങൾക്ക് ദൂരെ സൈഡിൽ കൂടെ പോകുന്നു ഒരു ലേക്ക്. കാണുന്നതാണ് ഊട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കുറെ കുതിരകൾ ഗ്രേസ് ചെയ്യുന്നു. കുതിരയോ എന്താണ് അവിടെ? എന്താ ഇപ്പുറത്ത് പോകാൻ തോന്നുന്നു കുതിരകൾ. അത് കുതിര ഉരുണ്ട് കളിക്കുന്നത് വേണ്ടോ? കുതിര ഉരുണ്ട് കളിക്കുന്നു. ഒരു കാട്ട് പോത്ത്, സോറി നോർമൽ പോത്ത് വിത്ത് ബിഗ് ഹോൾസ്. നമ്മൾ വഴിക്കിൽ കുറച്ച് സ്ഥലങ്ങൾ ബാക്കി വെച്ചിട്ടുണ്ട്. നാളെ കാണാമെന്നാണ് വിചാരിക്കണം. ഇപ്പോൾ നേരെ സ്റ്റേൻ്റെ അങ്ങോട്ട് പോവാണ്. സ്റ്റേൻ്റെ അവിടെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നമുക്ക് നോക്കാം. ഇനി ഇവിടെ അധികം അത്ര കാണാനൊന്നുമില്ല. നാളെ ഗാർഡനോട് കാണാൻ പോകണം രാവിലെ. അത് കഴിഞ്ഞിട്ട് തിരിക്കുമ്പോൾ നമ്മളിപ്പോൾ മിസ്സാക്കിയ ചോക്ലേറ്റ് മ്യൂസിയം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്റ്റേൻ്റെ ഉള്ളിലോട്ട് പോവാണ്. സൈലന്റ് വാലി ഫാം റിസോർട്ട് എന്നാണ് അതിൻ്റെ പേര്. ചിത്രത്തിൽ ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഓറഞ്ചൊക്കെ ഉണ്ട്. ഇതേ റൂമിലെത്തിയേ.
ഒരു സൂപ്പർ ഫാം സ്റ്റേ. നല്ല രസമുണ്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നമ്മൾ ഊട്ടിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് ഉള്ളിലോട്ട് പോകുന്നു. അവിടെ സ്റ്റേ വഴിയെ കാണിച്ചു തരാൻ വേണ്ടി. നമ്മളിതാ വന്നതാ ആ മോളിൽ നിന്നാണ് വന്നത്. ആ ലോറിയൊക്കെ ഉണ്ടോ അതായത് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഇങ്ങോട്ട് താഴ്ത്തേക്ക് ഇറങ്ങി വന്നു. എന്നിട്ട് ഇതാ അങ്ങനെ ഒരു ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇവിടെ നിന്നുള്ള വ്യൂ ഉണ്ടോ ഒരു രക്ഷയില്ല. പിന്നെ ഒരു സെറ്റ് ചെയ്ത് നൈസായിട്ടുണ്ട് എല്ലാ ഭാഗവും. പുറഭാഗമൊക്കെ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ റൂം. ഒരു കുട്ടി റൂം, നല്ല രസമുണ്ട് കാണാൻ. ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ, അതുപോലെ തന്നെ ഈ സൈഡിലും നല്ല സ്പേഷ്യസും. കുട്ടി റൂമാണ് പക്ഷേ നല്ല സ്പേഷ്യസും തോന്നും, നല്ല വെളിച്ചമുണ്ട്. ഒരു ബെഡ് നമ്മൾ ഇന്നലെ താമസിച്ചെന്നുള്ള വ്യൂ ആണ് കഴിച്ചത്. രാവിലെ നീറ്റപ്പോൾ തന്നെ എന്തായിരുന്നു. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ നമ്മൾ റെഡിയൊക്കെ ആയി കേട്ടോ. നേരത്തെയാണ്. ടെമ്പറേച്ചർ ഇന്നലെ 11-12 വരെ പോയി. ഇപ്പോൾ ഒരു 13 അതാ അതിൽ നിൽക്കുന്നത്. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു. നിങ്ങൾ ഇറങ്ങണം വിചാരിച്ചായിരുന്നു രാവിലെ നേരത്തെ ബൊട്ടാണിക്കൽ ഗാർഡൻ പോകാൻ. പിന്നെ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. കാരണം ഇവിടുന്ന് പിന്നെ പോയി പിന്നെയും തിരിച്ച് ഇങ്ങോട്ടാണ് വരണ്ടേ. 10 മിനിറ്റ് ദൂരമുള്ളൂ, പക്ഷേ ഹില്ലിയല്ലേ അപ്പോൾ ബുദ്ധിമുട്ടാവും. നേരെ റോഡ്സും ആണ് അങ്ങോട്ടുള്ളത്. അപ്പോൾ എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകാൻ വെച്ചു. 8 മണിയാകുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് ആവുള്ളൂ. അപ്പോൾ ഒരു 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച് നിൽക്കുവാണ്. നോക്കട്ടെ. അമ്മൂനെ കണ്ടിട്ടില്ലല്ലോ. അമ്മു റെഡിയായോ? അമ്മു ഈശ് എങ്ങട്ടാ? ഇതാണ് കേസ് നമ്മുടെ റൂം. ഇങ്ങോട്ടാണ് പുറത്ത് ഭാഗം വരുന്നത്. സെറ്റല്ലേ? പ്രോപ്പർട്ടി അടിപൊളി കേട്ടോ. അവർ നല്ലപോലെ ഗ്രീനറിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അവിടെയൊക്കെ ഇങ്ങനെ എന്തോ കൃഷി നടക്കുന്ന സംഭവം കാണാം. നമ്മളൊക്കെ ഒന്ന് പുറത്തു കൂടെ ഇറങ്ങി നടന്നു നോക്കട്ടെ. നേരെ ഇപ്പോൾ ആകെ 7 മണി ആവുന്നേ ഉള്ളൂ. ഗൈസ്, ഊട്ടിയിലും പന്നിശല്യമുണ്ട്. പന്നിയുണ്ടോ? അവരുടെ ഉണ്ടാക്കിയ സ്ഥലത്ത് കൂടെ ഓടി നടക്കുന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ തന്നെ കാണിച്ചില്ല. അതേ ആണോ? നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. തീ കൂടിപ്പോയി. ഇതാട്ടോ നമ്മുടെ പ്രോപ്പർട്ടീൻ്റെ പുറഭാഗം. നമ്മളിവിടുന്ന് കുറച്ച് ഫോട്ടോ ഹൗസൊക്കെ എടുത്തിട്ട് നടക്കുക. നേരം 7:30 ആയിട്ടുള്ളൂ. സൂര്യൻ ഉദിച്ച് വരുന്നുണ്ട്. ഈ സൈഡിൽ നിന്നാണ്, ഇവിടെ നിന്നാണ് കണ്ടോ ലൈറ്റ് അടിക്കുന്നത്. അപ്പുറത്തോട്ട് നടന്നു നോക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേസ്. 13 അല്ല കേട്ടോ, 12 ഡിഗ്രിയാണ്. നല്ല കാറ്റുണ്ട്. അപ്പോൾ ഫീൽസ് ലൈക്ക് 10 ഒക്കെ ആവും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലുണ്ടോ ഇത് ഇവരുടെ ചെറിയ വീട് സെറ്റപ്പ് ഉണ്ട് തോന്നുന്നു. എന്താ മനസ്സിലായില്ല. കുറേ കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടുത്തെ വേറെ ഹൈലൈറ്റ് ഊട്ടിയിലെ ഏത് സ്റ്റൈലിൽ പോലും എനിക്ക് തോന്നുന്നു നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് ഫ്ലവേഴ്സിൻ്റെ ബ്യൂട്ടിയാണ്. വെറൈറ്റി ഫ്ലവേഴ്സ്. ഇതിൽ ഇത് കണ്ടോ, സക്കുലൻസ് ആണ് ഇവിടെ മെയിനായിട്ട് കുറേ ഉണ്ട്. അപ്പുറത്ത് ആ വീഡിയോയിൽ ഉണ്ടോയെന്ന് അറിയില്ല. അതൊരു മരം കഷ്ണം വീണ് കിടക്കണേ. അതിന് മൊത്തം അവർ സക്കുലൻസ് വെച്ച് പൊതിഞ്ഞേക്കായിരുന്നു. ഞാനൊക്കെ കുറേ മേടിച്ച് വെക്കാൻ നോക്കി, പക്ഷെ എല്ലാം കേട് വന്നൊന്നുമില്ല. ഇതൊരു സക്കുലൻ്റ് ടൈപ്പ്. ഈ പേരൊക്കെ ഞാൻ മറന്നുപോയി. ഞാനൊരു ചെടി പ്ലാന്റ് അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ നടന്നു പോകുന്ന നമ്മുടെ എൻട്രൻസ് ഗേറ്റ് കണ്ടോ. ഒരു യെല്ലോ വൈറ്റ് ഫ്ലവറൊക്കെ, ബുഷ് വെറൈറ്റി കാട് പിടിച്ച് കിടക്കണ പോലെ. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ മതിലിന് പകരം ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ഓറഞ്ച് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നലെ സ്റ്റേ ചെയ്ത സൈലൻറ്റ് വാലി ഫാം റിസോർട്ടിൻ്റെ എൻട്രൻസ്. നമ്മൾ അതിൻ്റെ സൈഡിലോട്ടുള്ളൊരു റോഡിക്ക് താഴേക്ക് ഇറങ്ങാൻ നോക്കാം. അവിടെ കുറേ ഫാം ഏരിയ ഉണ്ട്. ജസ്റ്റ് ഒന്നൊരു വാക്കിങ്ങിന് വേണ്ടി പോകാൻ ജസ്റ്റ് നമ്മൾ മോർണിംഗ് വാക്കിൽ ഇറങ്ങിയിട്ടുണ്ട്. തിരിച്ചു കയറാനുള്ള അറിയില്ല. ഇവിടെ താഴ്ത്തിക്ക് എത്തിയില്ല. ഇങ്ങനെ താഴോട്ടുണ്ട്. എവിടെയും കൂടെ കയറി ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റുമ്പോൾ കണ്ട് കയറിയതാണ്. അവിടെയാണ് നമ്മുടെ സ്റ്റേ. കാണുന്നത് അതാണ് സ്റ്റേ. ഇതാണ് ഇവരുടെ കൃഷി. നമ്മളവിടുന്ന് മുകളിൽ കണ്ടായിരുന്നില്ലേ,
ക്യാബേജാ തോന്നുന്നു. അത് ക്യാരറ്റാണ്. പോണ്ട പോണ്ട വയ്യ ഒച്ചടാ. ബ്രേക്ക്ഫാസ്റ്റിന് പോകണ്ട് 2 മുട്ട എടുത്തു, പിന്നെ പൂരി ഇട്ടിട്ടുണ്ട്, അത് നമുക്ക് കൊണ്ടുവരും. കാപ്പി എടുത്ത് വെച്ചു. ഈ ചമ്മു ബ്രെഡ് ടോസ്റ്റ്, സാമ്പാറും ഇഡ്ഡലി നമുക്ക് കഴിച്ച് കഴിഞ്ഞു. ഇത് വേണ്ട. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇതാ ഇറങ്ങായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മുകളിൽ വന്നു, ഒന്ന് ഫ്രഷായി, പാക്കൊക്കെ ചെയ്തു. ഇത് ഇറങ്ങുന്നു. ഇപ്പോൾ വെയിലായിട്ടോ, ചൂടൊന്നുമില്ല, എന്നാലും നല്ല രസമുള്ള വെയിൽ. ഇപ്പോൾ വെയിൽ കൊള്ളുന്ന സുഖമാണല്ലോ. ജസ്റ്റ് സ്റ്റോപ്പ് ബൊട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ഗൈസ് ഞങ്ങളിതാ ബൊട്ടാണിക്കൽ ഗാർഡനിൽ കയറിയിട്ടോ. 100 രൂപയാണ് എൻട്രി ഫീസ് ഇവിടെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളോ കാണാം. ഇത് അവിടുന്ന് കയറി വന്നേ. ഇവിടെ കഥ പൂക്കൾ. അമ്മുൻ്റെ സ്വന്തം സ്ഥലത്തെത്തി. ഞമ്മു അമ്മുൻ്റെ ഒഴുക്കി ഇങ്ങനെ നടക്കും. ഹായ് ഹായ്. ഒരു ബുള്ളറ്റ് പോയ സൗണ്ടാണ്. ഇതിൻ്റെ അകത്ത് ഫേൺ ഗാർഡൻ, ജാപ്പനീസ് ഗാർഡൻ, അങ്ങനെ 4-5 ഉണ്ട്. പോയി ഇങ്ങനെ ഓരോന്ന് പറയാം. ഇപ്പോൾ നമ്മൾ ഇവിടെ ജാപ്പനീസ് ഗാർഡൻ പറഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയതാ. അടുത്ത ഞങ്ങൾ ഫോട്ടോഗ്രാഫി പോയിന്റ് ഞങ്ങൾ ഉദ്ദേശിച്ചത് ആ സാധനം അതിൻ്റെ ഇടയിൽ കേട്ടെ. ഇതൊക്കെ നനച്ചിട്ടിട്ടേ ഫുൾ വെള്ളമാണ്. ചളി എറിക്കുക. വെള്ള ഷൂ ഇപ്പോൾ ഇവിടുന്ന് ഇറങ്ങുമ്പോഴേക്കും വേറെ വല്ല കളർ പോകും. ഇനി അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് അതെ ഗ്ലാസ് ഹൗസാണ്. നമ്മൾ സ്കൂളിൽ പഠിച്ചൊരു സാധനം. അത് പിക്ചർ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഇൻസെക്ട്സിനെ കഴിക്കുന്ന പ്ലാന്റ്. ഉണങ്ങിയതാണോ അതോ എങ്ങനെയാണോ എന്ന് അറിയില്ല. അങ്ങനെ ഗ്ലാസ് ഗാർഡൻ കഴിഞ്ഞിട്ടപ്പോൾ കാറ്റസ് ഗാർഡനിലെത്തി. കുറേ വെറൈറ്റീസ് കാറ്റസ് വെച്ചിട്ടുണ്ട്. ഇതന്നെ ഗൈസ് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു വീട് അല്ലേ. ഇവിടുത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഓഫ് ഹോർട്ടിക്കൾച്ചറിൻ്റെ റെസിഡൻസ് ഏരിയയാണ്. നമ്മളെ പടത്തിലൊക്കെ കാണുന്ന പോലത്തെ വീടാണ്. ഇപ്പം നമ്മൾ മുകളിലേക്ക് ഇറ്റാലിയൻ ഗാർഡനിലോട്ട് പോവാം. ഇപ്പോൾ ഇറ്റാലിയൻ ഗാർഡൻ്റെ അവിടെ എത്തി. ഒന്നുമില്ല, ഓരോ വെറൈറ്റി പൂക്കളും പിന്നെ അവരുടെ കട്ടിങ്ങൊക്കെ വ്യത്യാസം. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിലൊരു വെള്ളത്തിൻ്റെ സംഭവം ഉണ്ട് കേട്ടോ. ഒരു പോണ്ട് പോലെ. ഇതിന് പൂവൊന്നുമില്ല, ഫുൾ ഇലകൾ മാത്രമേ ഉള്ളൂ. അതിൽ നിന്നാണ് അവരിങ്ങനെ വെള്ളമൊക്കെ എടുക്കുന്നത്. ഈ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ടേ അവരിതവിടെ നനച്ചുകൊണ്ടിരിക്കുക. അവിടെ ആനക്കുട്ടീനെ കണ്ടോ ഇരിക്കുന്നു. ഫേൺ ഹൗസിലേക്ക് പോകണം ഗൈസ്. ഫേൺ ഹൗസോ? ആ യെസ്, കറക്റ്റ്. ഇതൊരു ഹെറിറ്റേജ് ഗേറ്റ് ബിൽഡിംഗ് ആട്ടോ. പണ്ട് കാലത്ത് പൂക്കൾ വിൽക്കാനൊക്കെ വേണ്ടി ഇവർ ഉപയോഗിക്കുന്നതായിരുന്നൊരു സെറ്റപ്പാണ്. ഇതുവരൊന്ന് റിനോവേറ്റ് ചെയ്തിട്ട് ഇങ്ങനത്തെ ലുക്കാക്കി. ഒരു എൻട്രൻസ് പോലുള്ള സെറ്റപ്പ് അവിടെ ഒന്നുണ്ട്. അതേപോലെ ഇപ്പുറത്തുണ്ടൊന്ന്. ഇത് 2 എൻട്രൻസ് ഗേറ്റ് ബിൽഡിംഗ്, ഹെറിറ്റേജ് ബിൽഡിംഗ് കണ്ടോ. അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ലോൺ സെറ്റപ്പ് ഉണ്ട്. അതുപോലെ ഇപ്പുറത്തുണ്ട് ചെറിയൊരു ലോൺ ഉണ്ടാക്കി വെച്ചിരിക്കണം. ഇത് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗത്ത് തന്നെ. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് അടിച്ചു പുറത്തേക്ക് എത്തി. ഇനി ഓഫ് ടു റോസ് ഗാർഡൻ. എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കുന്നത്. പുറത്ത് കുറച്ച് സോവനിയർ ഷോപ്പ് ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഹൗ വാസ് വേണ്ടായിരുന്നു. വെറുതെ എവിടുന്ന് ചെടി വാങ്ങും അവിടെ കൊണ്ടായിട്ട് വെറുതെ കളയും. ഇതന്നെ പരിപാടി. പിന്നെ പോയി നോക്കട്ടെ. ഇതുണ്ട് ഇവിടെ കുറേ സോവനിയർ ഷോപ്സ് ഉണ്ട് കേട്ടോ. എന്തെങ്കിലും വാങ്ങാം. ഇത് നമ്മുടെ ആ ഗാർഡൻ്റെ തൊട്ട് പുറത്തുള്ള കുറേ ഫ്രൂട്ട്സും ഉണ്ട്. നല്ല ടേസ്റ്റുള്ള പ്ലം ഒക്കെ മേടിച്ചിട്ടോ ഞങ്ങൾ. അടിപൊളി മധുരമായിരുന്നു. പ്ലം മേടിച്ചു. പിന്നെ ലോഗയോ അങ്ങനെ
എന്തോ ഒരു ഫ്രൂട്ടും മേടിച്ചു. പിന്നെ നമ്മൾ ഗവൺമെൻറ് റോസ് ഗാർഡൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാർ പാർക്കിങ്ങിന് 100 രൂപ ഉണ്ട്. പിന്നെ സെപ്പറേറ്റിന് പിന്നെ ടിക്കറ്റിന് വേറെ പൈസ ഉണ്ട്. അപ്പോൾ എല്ലാവരും കയ്യിൽ ക്യാഷ് എടുത്തിട്ട് വരണം. കാരണം അവിടെയൊക്കെ നമുക്ക് ക്യാഷ് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ടിക്കറ്റിൽ ഗൂഗിൾ പേ ഉണ്ടാവും. റോസ് ഗാർഡനിലെത്തി വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നടക്കുക. പാർക്കിംഗ് ഫീസ് പറയുന്നത് 500. പാർക്കിംഗ് ഫീസ് കമ്മ പറഞ്ഞില്ലേ. അങ്ങനെ റോസ് ഗാർഡനിൽ കയറി. റോസ് ഒന്നും കാണില്ല, ഇറങ്ങിയോട്ടെ. എന്തുണ്ടോ ഇതൊക്കെ വെട്ടി വെച്ചേക്കുക. ഇതാണ് ഈ ഒരൊറ്റ റോസാണ് ഈ നിലയിൽ ഇപ്പോൾ കാണാനുള്ളത്. ഇനി നടന്നോക്കട്ടെ. ഇവിടുന്ന് ഊട്ടി ടൗണ് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. കണ്ടോ ചെറിയ ചെറിയ വീടുകളുണ്ട് അവിടെ. അതുപോലെ തന്നെ അപ്പുറത്തുണ്ട്. പിന്നെ ഗൈസ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. ഒന്നുമില്ല, എല്ലാം വെട്ടി വെച്ചേക്കുക അടുത്ത് വളരാൻ വേണ്ടിയിട്ട്. ഫുൾ കാലി. വെറുതെ ചുമ്മാ പേരും വായിച്ച് ഇങ്ങനെ നടക്കാം. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. എന്തിനാണ് അവരൊക്കെ വന്നേക്കണേ? പറ്റിക്കപ്പെട്ടു. ഇവിടെയുള്ള ആൾക്കാരെ മൊത്തം പറ്റിക്കപ്പെട്ടു. അവരെവിടെ എഴുതി വെച്ചിട്ട് പോലുമില്ല. എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ കുറച്ച് റോസസിൻ്റെ അടുത്തെത്തി ഗൈസ്. ആദ്യത്തെ നിലയിൽ 2ാമത്തെ നിലയിൽ ഒന്നുമില്ല. ഇപ്പോൾ 3rd നിലയിലാണ് കുറച്ച് റോസസിനെ കാണാൻ പറ്റിയത്. എവിടെ? അവിടെ നിന്നല്ലേ നമ്മൾ ഇറങ്ങി വന്നേ. അങ്ങനെയല്ല, ഇങ്ങനെയാണ് റോസസ് ഉണ്ടാവുന്നത്. ഓരോ പേരുകളൊക്കെ എഴുതിയിട്ട് കുറേ സാധനങ്ങൾ, കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ. അവിടെ കണ്ടില്ലേ. അപ്പോൾ ഗായ്സ് നമ്മൾ ഒന്നുമില്ലാത്ത റോസ് ഗാർഡനിന്ന് ഇനി പോണത് ലവ് ഡേയിലേക്കാണ്. ലവ് ഡേയിൽ പോകുമ്പോൾ വഴിയിൽ കാണുന്ന ഒരു വ്യൂ ആണിത്. കണ്ടോ, വാലി വ്യൂ. ഫുൾ ടീ പ്ലാന്റേഷൻ ആണ് റോഡ്. നമ്മൾ ഇടയ്ക്കൊന്ന് ATM പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഫുഡ് വാങ്ങിച്ചിട്ടുണ്ട്, പാർസൽ മേടിച്ചിട്ടുണ്ട്, ബിരിയാണി. അപ്പോൾ ലവ് ഡേയിൽ പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചേ. ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ പോവാണ്. ഇനി ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ എത്തും. നമ്മളെ പെറ്റി ഗൈസ്. ഇത് ശരിക്കും ഇവിടെ ആൾക്കാർ കറങ്ങാൻ വരില്ല, അല്ലാണ്ട് വരണൊന്നുമില്ലല്ലോ. വെയിറ്റ് ഫോട്ടോ നോക്കട്ടെ. അപ്പം അങ്ങോട്ട് പോവേ. ഞങ്ങൾ പാർസൽ വാങ്ങിച്ച ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴേക്കും ഇവിടെ നിന്ന് ട്രെയിനിൻ്റെ ഹോൺ കിട്ടും. പറന്നതാ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് വരും കേട്ടോ. അവിടെ ട്രെയിൻ നിൽക്കുന്നുണ്ട്. എത്തുന്നുമില്ലല്ലോ. ട്രെയിൻ ജസ്റ്റ് സ്റ്റോപ്പ് ആകാൻ പോകുന്നേ ഉള്ളൂ. വേഗം പോയിട്ട് അവിടെ നിന്ന് കുറച്ച് പിക്സ് എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് ഓടി പോന്നു. ഇത് ഊട്ടിയിൽ നിന്ന് തിരിച്ച് മേട്ടുപ്പാളയം പോകുന്ന ട്രെയിനാണ്. ഇതിൽ ടിക്കറ്റ് റിസർവേഷൻ ചെയ്യാനൊക്കെ അത്യാവശ്യം വെയിറ്റിംഗ് ലിസ്റ്റാണ് മിക്കവാറും ഉണ്ടാവുക. നമുക്ക് IRCTC വഴി തന്നെ ബുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ഡിസ്റ്റൻസൊക്കെ നമുക്ക് ഊട്ടിയിൽ നിന്ന് ലവ് ഡേയിൽ വരെയൊക്കെ പോകാൻ വേണ്ടി നമുക്ക് ലോക്കൽ ടിക്കറ്റ്സ് എടുത്തിട്ടും യാത്ര ചെയ്യാൻ പറ്റും. ലോക്കൽ കോച്ച് 1-2 ഉള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് റിസർവേഷൻ ചെയ്തിട്ട് തന്നെ യാത്ര ചെയ്യാൻ. ഇതിൻ്റെ അവസാനത്തെ കോച്ച് മാത്രമേ നമുക്ക് ജനറൽ ടിക്കറ്റ് വെച്ച് കയറാൻ പറ്റുള്ളൂ. ഇത് പക്ഷേ ഇപ്പോൾ ഡീസൽ എഞ്ചിനെ കണക്ട് ചെയ്തിരിക്കണേ. കോർണൂർ കഴിഞ്ഞിട്ടാണ് തോന്നുന്നു മറ്റേ സ്റ്റീം എഞ്ചിൻ കണക്ട് ചെയ്യുക, ആ കയറ്റം കയറാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ നമ്മൾ ലവ് ഡേയില്ല അവിടെ കറക്റ്റ് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി നിർത്തിയത്. അപ്പോഴേക്കും പോവാ പറഞ്ഞിട്ട് ഇങ്ങോട്ട് ഓടി പോന്നു. അപ്പോൾ ഗൈസ് ട്രെയിനൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങൾ ഇവിടുന്ന്. അതാ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്തൊരു ഒരു അമ്പലമുണ്ട്, ടാബു അമ്പലോ അങ്ങനെ തോന്നുന്നു. അതിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് അമ്മ എൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഞാനവിടെ കാറൊക്കെ വൃത്തിയാക്കലായിരുന്നു. അവരോടെയൊക്കെ കഴിഞ്ഞു. ഇനി പോവാ. അപ്പോൾ നമ്മൾ മസിനഗുഡിക്ക് പോകുന്ന വഴിക്ക് ഊട്ടിയിൽ നിന്ന് ഇവിടെ ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് നിർത്തിയതാണ്. അതിൻ്റെ മുന്നേ വേറെ കാഴ്ച കാണിച്ചു തരാം. ഇതുണ്ടോ, ഇത് മൊത്തം ക്യാരറ്റാണ്. അങ്ങേ അറ്റത്ത് കുറേ ആൾക്കാരുണ്ടോ നടക്കുന്നത്. അത് ക്യാരറ്റ് കൃഷി ചെയ്യുക അവരവിടെ. അങ്ങനെ എടുക്കുക, വിളവെടുപ്പ്. ഇവിടെ ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ നമ്മളിതാ നേരെ ആ ചോക്ലേറ്റ് ഫാക്ടറിക്ക് പോകുന്നു. നമ്മുടെ വണ്ടി ഇവിടെ നിർത്തി പോയി നോക്കട്ടെ. അപ്പോൾ ഈ ചോക്ലേറ്റ് ഫാക്ടറി നമ്മൾ വന്നേ സിൻസ് 1995.
സുജീസ് ചോക്ലേറ്റ് ഫാക്ടറി ആണ് കേട്ടോ. ഔട്ട്ലെറ്റ് ഇവരുണ്ടോ ഇവിടെ? ബിസ്ക്കറ്റ് ഉണ്ടാക്കുക, മിഠായി ഉണ്ടാക്കുക ചോക്ലേറ്റ് വെച്ചിട്ട്. ആ 14 ചോക്ലേറ്റാണ്. ഹോട്ട് ചോക്ലേറ്റ് അവൈലബിൾ, അത് കൊള്ളാം. അപ്പോൾ നമുക്ക് ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാം. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ട് നോക്കട്ടെ കയറിയിട്ട്. ഇത് നമ്മളിപ്പോൾ ഈ ഔട്ട്ലെറ്റിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ വെറും സെയിലാണ്. ഫാക്ടറി എപ്പുറത്തെന്നാണ് പറഞ്ഞത്. ഒന്ന് പോയി നോക്കട്ടെ. ഇവിടെ ഇങ്ങനെ കഴിക്കാനാണ് കൊടുക്കുന്നുണ്ട്. നമുക്ക് കഴിച്ചു നോക്കി വാങ്ങാം. നല്ല തിരക്കാണ്. ഡ്രസ്സൊക്കെ ഉണ്ട്, കുറേ സോനിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതേ നമ്മൾ അവിടെ കണ്ടത് ഔട്ട്ലെറ്റാണ്. ഇതാണ് അവരുടെ ഫാക്ടറി പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങോട്ട് നടക്കുക. ഫാക്ടറിനുള്ള കൂടെ ഒന്ന് വട്ടം കറങ്ങിയിട്ട് വരാം. സിൻസ് 1995 സുജി സൂര്യയാണ് കേട്ടോ. സുജി സൂര്യാസ് ഫാക്ടറി. ഇതാണ്ടോ ഇതിവിടെ ഉണ്ടാക്കുന്ന സ്ഥലം കേട്ടോ. നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന സാധനം. നല്ല വൃത്തിക്കരിക്കണ്ടല്ലോ. ഇവിടെ വെച്ചതൊക്കെ ഡെമോ എക്യുപ്മെൻറ്റ്സാണ് ഉണ്ടോ. ഈ കാണുന്നതൊക്കെ ഫാക്ടറിയുടെ വേറൊരു സ്ഥലത്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോക്കട്ടെ, ഇവിടുന്ന് വല്ല ചോക്ലേറ്റ്സൊക്കെ മേടിച്ചിട്ട് പോകും. ഇതുണ്ടോ ഇവിടെ ഹോട്ട് ചോക്ലേറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എഴുതിയിരിക്കുക. കൊക്കോ ട്രീ ഹാർവെസ്റ്റ്, ബീൻ ഫെർമെൻറ്റേഷൻ, ഡ്രൈയിങ്, റോസ്റ്റിംഗ്, ആഡിങ് മിൽക്ക് പൗഡർ, ആഡിങ് ഷുഗർ, മെൽറ്റിംഗ് ആൻഡ് ടെമ്പറിങ്, മോൾഡിങ് ആൻഡ് പാക്കിങ് ചോക്ലേറ്റ്സ്. ഈ ചോക്ലേറ്റിൽ എന്തൊക്കെ ഉള്ളതെന്നൊക്കെ. ഷുഗറിൻ്റെ കാര്യം ഇതില്ല. ശരിക്കും ഇതിൻ്റെ ലൈവും കൂടി വേണ്ടിയിരുന്നു. അവർ ലൈവില്ല, ചുമ്മാ ഡെമോ സാധനങ്ങൾ മാത്രം കൊണ്ടുവച്ചേക്കുക. ഫാക്ടറിയിലാണെങ്കിൽ അലൗഡും അല്ല. കുറേ വെറൈറ്റി കിട്ടും അവിടെ. ഈ സംഭവം വാങ്ങിക്കൂട്ടിയതുണ്ടോ, ഒരു കൊട്ട നമുക്ക് സാധനങ്ങൾ വാങ്ങിയെടുത്തേക്കുക. ബില്ല് ചെയ്തിട്ട് വരും. ഗൈസ്, എനിക്ക് മസിനഗുഡി വഴി പോകാൻ പറ്റിയില്ല. മസിനഗുഡി ഓൺലി ഇൻകമ്മിങ് എന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഇങ്ങോട്ട് മാത്രമേ വരാൻ പറ്റുള്ളൂ. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. ഊട്ടിയിൽ നിന്ന് തിരിച്ച് മസിനഗുഡി വഴി പോകാൻ പറ്റില്ല. അപ്പോൾ മസിനഗുഡി വീണ്ടും പെൻഡിങ് ആയി. ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. നമ്മളിപ്പോൾ വരുന്ന വഴിക്കുള്ളൊരു ലേക്കാണത്. ആൾക്കാരിങ്ങനെ നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അമ്മ വണ്ടീൻ്റെ ഉള്ളിലിരിക്കുന്നു. അഞ്ചര ഇവിടുന്ന് കാണണ്ടാവും. ഹലോ കണ്ടോ, ഇതേ ഇരിക്കുന്നു. അണ്ടം വിട്ടിരിക്കുക പുറത്തേക്ക് നോക്കിയിട്ട്. കുട്ടിയുടെ സൗണ്ട് നോക്കുന്നുണ്ട് ഗൈസ്. അപ്പം ഇനിയിപ്പോൾ നേരെ ഗൂഡല്ലൂര് ഡാം ഇപ്പോൾ വെള്ളം കുറഞ്ഞ കാരണം ഓഫാണ്, കാണാനില്ലല്ലോ. വെള്ളം പോകുന്നില്ല ഇപ്പം. അത് ഡാം അടച്ചിരിക്കാണ്. വൈക്കാര ഡാം. ഞങ്ങളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ പൈക്കാര വാട്ടർഫാൾസിലെത്തി. മസിനഗുഡി പ്ലാൻ ഡ്രോപ്പായ സ്ഥിതിക്ക് ഞങ്ങൾ ഈ വഴിക്കൊക്കെ ഇന്നലെ പോകാത്ത സ്ഥലങ്ങളൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. നടന്നു നോക്കട്ടെ. 300 meters ടു ദ ഫാൾസ്. ഇവിടെ കുറേ ഷോപ്പുകളുണ്ട് കേട്ടോ. ഫുഡ് കഴിക്കാനൊക്കെ ആയാലും അങ്ങോട്ടൊക്കെ വരാം. സോനിയർ ഷോപ്പുണ്ട് ആ ഫ്രണ്ടിലോട്ട്. ഇനിയൊരു 300 അടിയും കൂടി താഴോട്ടാണ്. കൂടുതലും കട നടത്തുന്ന പൈക്കാര പോലീസ് സ്റ്റേഷൻ ഉണ്ട്. പോലീസ് സ്റ്റേഷൻ്റെ വഴി കൂടെ Where to the falls? 8:30 to 5:30 ആണ്. ആരുടെ പെറുക്കിയിട്ട് അവൻ ഒറ്റയ്ക്ക് സാപ്പിടുകയാണ്. മറ്റവന് കൊടുക്കണില്ല. 30 രൂപ എൻട്രി ഫീസും കൊടുത്ത് ഞങ്ങൾ ഉള്ളിലോട്ട് കയറി ഗൈസ്. ഡ്രൈ സീസൺ ആയതുകൊണ്ട് വെള്ളമില്ല. ഫാൾസ് അങ്ങനെ നടന്നു വന്നിട്ടേ അതുകൊണ്ടാണ് കയറിയ. താഴെത്തി. ഇതിൻ്റെ ആ സൈഡിലായിരുന്നു നമ്മൾ ആ ബോട്ടിങ് ചെയ്തേ. അവിടെ നൈസായിരുന്നു. അപ്പോൾ നമ്മളിപ്പുറത്ത് കൂടെ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. അപ്പോൾ അതേ അടുത്ത സ്റ്റേജിലെത്തി. അവിടെ കുറച്ച് വെള്ളച്ചാട്ടം ഉണ്ട് കേട്ടോ. ആ കണ്ണോടത്ത് കുറച്ച് വെള്ളം ചാടുന്നുണ്ട്. അത്യാവശ്യം സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ.
ഇതാണ് നമ്മൾ കാണാൻ വന്ന വെള്ളച്ചാട്ടം. വെള്ളം ഉണ്ടെങ്കിൽ നൈസായിരുന്നു അല്ലേ, ഒന്നിച്ചിങ്ങനെ ഒഴുകി വന്നേനെ. ഉണ്ടെങ്കിലും നമുക്ക് ഇത്ര ദൂരമല്ലേ പോകാൻ പറ്റും. അതെ, പിന്നെ വലിയ പ്രശ്നമില്ല. വെള്ളച്ചാട്ടത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ സങ്കടത്തിലാണ്. അപ്പോൾ ഗായ്സ്, നമ്മളുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ഊട്ടിയിലെ പൈക്കാര വാട്ടർഫോൾസിലൊക്കെ പോയി നമ്മളിതാ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ടുള്ള ട്രിപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. നല്ല റഷുണ്ട് ഇപ്പോൾ. കണ്ടോ, റോഡിലൊക്കെ ഫുൾ വണ്ടികളാണ്. വാട്ടർഫോളിൽ അധികം കാണാനൊന്നുമില്ലെങ്കിലും കണ്ട ആൾക്കാർ മൊത്തം അവിടെ ഉണ്ട്. I know about tomorrow. I don't wanna fight no more, 'cause I don't feel the need no more, no. Just wanna make it stop. Maybe it's something in the water, or maybe we just hit the end of the